ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാൽ ഇപ്പോൾ സൗമ്യയുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അമ്മ, നേരത്തെ നമ്മൾ സംസാരിച്ചു, ഇപ്പോൾ കുറച്ച് വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അന്ന് അമ്മ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്നത് ഇപ്പോൾ ബോധ്യമാവുന്നു. ഇനി ഒരമ്മയുടെ കണ്ണിലും കണ്ണീരുണ്ടാവരുത് എന്നാണ് അമ്മ അവസാനമായി പറഞ്ഞത്. ഇപ്പോൾ ആ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞത് ശരിയായി എന്ന് ഭയക്കുന്നില്ലേ അമ്മ? എനിക്ക് പറയാനുള്ളത്, ഞാൻ അന്നൊന്നും ഒരേ വാക്ക പറഞ്ഞത്, എൻ്റെ മകൾക്ക് പറ്റിയ ഇതേപോലെ ഇനിയൊരു അമ്മ ഈ ഭൂമിയിൽ കരയരുതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പോരാടി. സുപ്രീം കോടതി വരെ ഞാൻ പോരാടി, അത് വിജയിച്ചു. അവന് തൂക്കുകയറില്ലെങ്കിലും ജീവിതകാല അവസാനം വരെ ജയിലിൽ കിടക്കാമെന്നുള്ളൊരു ഇതിൽ വന്നു. അതൊരാശ്വാസം സമാധാനമായിട്ട് ഞാൻ ഇന്ന് വരെ ജീവിച്ചു. പക്ഷേ ഇന്ന് ഇവൻ ജയിലിൽ ചാടി എന്ന് പറഞ്ഞപ്പം അതൊരിക്കലും ഉൾക്കൊണ്ട് പോകാൻ പറ്റണില്ല. കാരണം ഇത്രയും വലിയ ജയിലിൽ ചാടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു സപ്പോർട്ട് ഇല്ലാതെ അത് നടക്കില്ല. ഈ ഒറ്റക്കൈകാരന് ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇത് ഒരിക്കലും നടക്കില്ല, ഈ ജയിലിൽ ചാട്ടം. അപ്പോൾ ആരാണ് അവനെന്തിന് സപ്പോർട്ട് ചെയ്തത്? ഇവൻ എത്രയും വേഗം പിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇത്. അത് കഴിഞ്ഞിട്ട് മതി മറ്റേ കാര്യങ്ങൾ. ആദ്യം ഇവനെ പിടിക്കുക. ഒരു പെൺകുട്ടിക്ക് ഇനിയൊരു അനുഭവത്തിൽ ഇങ്ങനെയൊന്നും വരരുത്. ഇവനായിട്ട് ഇനിയൊരാളും കണ്ണുനീര് കുടിക്കാൻ വഴി ഉണ്ടാവരുത്. അന്ന് അങ്ങോട്ട് പോയ ഗോവിന്ദൻചാമിയാണ് ഒന്ന്. ഇപ്പം ഞാൻ ഗോവിന്ദൻചാമിയുടെ ഫോട്ടോ കാണുന്നത്. അന്ന് അങ്ങോട്ട് പോയ അവനാണോ ഇത്? അവനെ കണ്ടാൽ പോലും ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ സൗമ്യം മറക്കാത്തോടത്തോളം കാലം വരെ അവനാരും മറക്കില്ല. അതിനോട് ജനം തന്നെ അവനെ പിടിച്ച് ശരിയാക്കും. പിന്നെ നമ്മുടെ ഈ ഇത്രയും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോലീസുകാരും കാര്യങ്ങളും, ഈ കണ്ണൂർ ജയിലെന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പോലീസുകാരാണ് പ്രധാനം. അവരിത്രയും സുരക്ഷിതമായി അവരതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ ഇവൻ എങ്ങനെ അത് ചെയ്തു? ഇവനൊരാൾ സപ്പോർട്ട് ഇല്ലാതെ അവനത് ചെയ്യൂ? ഈ ഇത്രയും വലിയൊരു ജയിലെടുത്ത് ചാടും അവൻ? ഇല്ല, അവൻ ചാടില്ല. അതിന് പുറത്തുള്ള വൈദ്യുതി കമ്പി, വലിയ ചെറിയ ജനാലയുടെ കമ്പി അതയാൾ മുറിക്കുകയാണ്. ഒരു കൈ കൊണ്ട് ശേഷിയില്ലാതെ ഒരു കൈ കൊണ്ട് അത് മുറിച്ച് രാത്രി 1:15 ഇയാൾ പുറത്തിറങ്ങി ഉടുത്തിരുന്ന തുണിയെടുത്ത് വടമാക്കി മാറ്റി അത് വെച്ച് ഈ കമ്പിയിൽ കെട്ടി. അതും അതീവ സുരക്ഷയുള്ള സ്ഥലമാണ്. അതിക്രൂരമായിട്ടാണ് നമ്മുടെ സൗമ്യ കൊല ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് ഇയാൾ ഇത്രയും ശക്തി ആ കുഞ്ഞിൻ്റെ ശരീരത്തും പ്രയോഗിച്ചിരുന്നു എന്നാണ് ഫോറൻസിക് പരിശോധന ഉദ്യോഗസ്ഥർ പറയുന്നത് നേരത്തെ. അപ്പോൾ ഇയാളൊരു കൊടും കുറ്റവാളിയാണ്. ഇയാൾ ഇതിനും അപ്പുറവും ചെയ്യും. അല്ല, അതെ, സൗമ്യയുടെ കാര്യങ്ങൾ അത്രയും ക്രൂരമായിട്ടാണല്ലോ അവൻ ചെയ്തത്. ആ കുട്ടീനെ ഇനി ചെയ്യാത്തതൊന്നുമില്ല അവൻ. പക്ഷെ ഞാൻ അറിഞ്ഞു വന്നപ്പോഴത്തേന് ഒരുപാട് ഓരോ കാര്യങ്ങൾ അറിയുന്നത് ഇപ്പോഴല്ല, ഓരോന്ന് അറിയുമ്പോൾ സത്യം പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ല അമ്മ. അത് തീർച്ചയായിട്ടും അമ്മയുടെ ഈ കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് അന്ന് പ്രോസിക്യൂഷനും എല്ലാവരും വാദിച്ചത്. നിർഭാഗ്യവശാൽ നമ്മൾ കോടതിയിൽ തോറ്റുപോയി. എന്തായാലും അമ്മയ്ക്കും ആശങ്കയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അധികം അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും അമ്മ പറഞ്ഞതുപോലെ ഇത് ജനം അയാളെ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞത്, ജനം ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് പിടിക്കുക. അതായത് അവിടെയുള്ള ഓരോ മനുഷ്യരും പോലീസായി ഇയാളെ പിടികൂടുക എന്നുള്ളതാണ് അത്യാവശ്യം വേണ്ടത്, അല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എവിടെ ഞാൻ ചെല്ലുമ്പോഴും ഏത് നാട്ടിലും ഞാൻ ചെല്ലുമ്പോഴും എന്നോട് ചോദിക്കും, ഇത് സൗമ്യയുടെ അമ്മയല്ലേ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സൗമ്യ എന്ന് പറഞ്ഞ കുട്ടി ഒരു ജനം ഒരിക്കലും മറക്കില്ല. അപ്പം ഇവനെ മറക്കുമോ? ഇവ ചാത്തടയുന്നവരെ ഇവനെ മറക്കില്ല. അവൻ്റെ മരണമാണ് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നത്. ഇന്ന് നേരെ രാവിലെയും കൂടി ഞാൻ അത് ചിന്തിച്ചൊക്കെ പായെന്ന് എന്നെണീക്കണത്. അവന്റെ മരണം മാത്രം. വിശാലമായിട്ടൊക്കെ നിലപാടെടുക്കുമ്പോഴും അമ്മ പറയുന്ന വാചകങ്ങൾ ശരിയില്ലേ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന ഒരു നിമിഷമാണിത്. അത് അമ്മ പറഞ്ഞത് ശരിയാണ്. ഒരാളുടെ മരണം ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്നൊക്കെ തോന്നാം. പക്ഷേ നമുക്ക് ബോധ്യമാവുന്നു, അത് ആ അർത്ഥത്തിൽ ബോധ്യമാവുന്നു. അമ്മ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ് എന്നത് ബോധ്യമാവുന്നു. അത് ഈ ഗോവിന്ദച്ചാമിയോടുള്ള പ്രതികാരമൊന്നുമല്ല. പക്ഷേ ഗോവിന്ദച്ചാമി മൂലം ഒരുപക്ഷെ ഇനി അമ്മമാരുടെ കണ്ണീര് വരാൻ ഇടയാവുന്നത് കൊണ്ടാണ് അമ്മ ഇത് പറയുന്നത്, അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാനത് സംസാരിക്കുന്നത്. കാരണം എൻ്റെ മകൾ അനുഭവിച്ച ദുരിതം ഇനിയൊരു പെൺകുട്ടി ഈ ഭൂമിയിൽ അനുഭവിക്കരുത്. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ മകൾ അത്രയേറെ വേദന അനുഭവിച്ചിട്ടുണ്ട്. പാവൻ്റെ മോള്
അമ്മയുടെ ഈ കണ്ണീര് കണ്ണൂരെ മനുഷ്യർ കാണുന്നുണ്ട്, പോലീസും സംവിധാനവും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് മറുപടി ഉണ്ടാവും അമ്മ. എനിക്കറിയാം ഏറെ സങ്കടകരമായ നിമിഷമാണ്. അമ്മയുടെ കണ്ണീര് തൂരുന്നില്ല. താങ്ക് യു അമ്മ. ഈ രാവിലെ വിളിക്കണ കാരണം കൊണ്ട് അവളെ മറക്കാത്ത കാരണം കൊണ്ടാണ്. എനിക്ക് മനസ്സിലായി അമ്മ, എനിക്ക് മനസ്സിലായി അമ്മ. എന്തായാലും ആ വാർത്ത എത്രയും പെട്ടെന്ന് അമ്മയിലേക്ക് ഞങ്ങൾ തന്നെ അറിയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിനിധി അവിടെയുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ആ നല്ല വാർത്ത അമ്മയെ അറിയിക്കും. ഗോവിന്ദസ്വാമി പിടികൂടിയിരിക്കുന്നു എന്നുള്ള വാർത്ത നമുക്ക് അറിയിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.